ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം കെ സി വേണുഗോപാൽ എഐസിസിയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുന്നു. അൻവറിന് വഴങ്ങാതെ നിലമ്പൂരിൽ ഒറ്റ പേരിലേക്ക് യുഡിഎഫ് എത്തുകയായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് തന്നെ നിലമ്പൂരിലെ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയാകും. PV അൻവർ ഉയർത്തിയിരുന്ന സമ്മർദ്ദത്തിനൊന്നും യുഡിഎഫ് വഴങ്ങാതെയാണ് ആ പേരിലേക്ക് എത്തിയത്. ആര്യാടൻ ഷൗക്കത്തിലേക്ക് ആ പേര് ചുരുങ്ങുകയായിരുന്നു. ആ ഒരു പേര് മാത്രമാണ് ചർച്ചയായത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരുന്നത്. ഹൈക്കമാൻഡിന് KPCC അത്തരത്തിൽ ആണ് കാര്യങ്ങൾ അറിയിച്ചിരുന്നത്. ആ പേരിലേക്ക് മാത്രമായിരുന്നു KPCC എത്തിയിരുന്നത്. അവസാന നിമിഷം VS ജോയിക്ക് വേണ്ടിയൊക്കെ PV അൻവർ നടത്തിയ വിലപേശലിൽ വഴങ്ങേണ്ട എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുകയും സംസ്ഥാന നേതാക്കൾ VS ജോയിയുമായുള്ള കാര്യങ്ങളെല്ലാം അനുനയിപ്പിക്കുകയും അതിനപ്പുറത്തേക്ക് അൻവറിന്റെ കാര്യത്തിൽ മറ്റാലോചനകൾ വേണ്ട, ഷൗക്കത്തിലേക്ക് തന്നെ സ്ഥാനാർത്ഥി നൽകാമെന്നതിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തി. അത് ഹൈക്കമാൻഡിനെ അറിയിച്ചാണ് ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയിരിക്കുന്നത്. ഡി ധൻസുമോദ് ചെയ്യുന്നുണ്ട്. ധൻസുമോദ്, ഔദ്യോഗികമായിട്ട് എങ്ങനെയാണ്, കുറിപ്പിലൂടെയാണോ അറിയിക്കുന്നത്? ഇപ്പോൾ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇറക്കിയ കുറിപ്പിലൂടെയാണ് കാത്തിരുന്ന കേരളം മണിക്കൂറുകളായി ചർച്ച ചെയ്തിരുന്നത് ആ തീരുമാനമുണ്ടായിരിക്കുന്നത്. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുകയാണ്. ഇക്കാര്യം 1 മണിക്കൂർ മുമ്പാണ്, 1.5 മണിക്കൂർ മുമ്പാണ് KPCC ഔദ്യോഗികമായി തന്നെ അധ്യക്ഷനെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ അറിയിച്ചത്. മല്ലികാർജ്ജുന ഖാർഗെ അദ്ദേഹം കർണാടകത്തിലാണ്. അദ്ദേഹം ഈ വിവരം രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിവരം ഔദ്യോഗികമായി തന്നെ കൈമാറി. അദ്ദേഹം ഇക്കാര്യം അംഗീകരിച്ചിരിക്കുകയാണ്. KPCCയിൽ നിന്നും ഒറ്റ പേര് മാത്രമാണ് വന്നത്. ഒരു തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പത്തിനും ഇടയാക്കാതെ ഒറ്റ പേര്, അത് ആര്യാടൻ ഷൗക്കത്ത് എന്ന പേര് തന്നെയായിരുന്നു KPCC അയച്ചത്. ആ പേര് മല്ലികാർജ്ജുന ഖാർഗെ അംഗീകരിക്കുകയും അതിനുശേഷം ഉണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 10 ജൻപതിൽ വെച്ച് രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഡൽഹിയിൽ നിന്നുണ്ടാകുന്നത്. ഇത് UDFന്റെ ഔദ്യോഗികമായ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശരി, ധൻസുമോദ് പറഞ്ഞതുപോലെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. AICC അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. നിലമ്പൂരിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കും. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരൊറ്റ പേരിലേക്കാണ് KPCC എത്തി നിൽക്കുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഔദ്യോഗികമായി AICC ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് കൺഫേം ചെയ്തിരിക്കുന്നത്. നിലമ്പൂരിലെ UDFന്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന നേതാക്കളുടെയൊക്കെ ചർച്ചയിലും നേരത്തെ തന്നെ ഷൗക്കത്തിന്റെ പേര് തന്നെയായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. സാമുദായിക പരിഗണന വെച്ചുള്ള KPCC പുനഃസംഘടന ഷൗക്കത്തിന് തുണയായി എന്ന് വേണം കരുതാൻ. കാരണം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട സണ്ണി ജോസഫിനെ പ്രസിഡന്റാക്കി, അപ്പോൾ ഷൗക്കത്തിന് സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയാക്കിയാൽ ആ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടാകില്ല എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക്, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള നിഗമനങ്ങളിൽ നിന്നായിരിക്കണം ഒരുപക്ഷെ UDFന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ ഷൗക്കത്തിനെ തന്നെ മത്സരിപ്പിക്കാം എന്ന തീരുമാനത്തിലേക്ക് KPCC എത്തിയത്. അത് ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ഹൈക്കമാൻഡ് ഔദ്യോഗികമായ ആ കാര്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയുമാണ്. ഷൗക്കത്ത് UDFന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് VS ജോയിയുടെ കാര്യമാണ്. ജോയിക്ക് ഇനിയും മത്സരിക്കാനുള്ള അവസരം ബാക്കിയുണ്ട്. അതുമാത്രമല്ല അദ്ദേഹത്തിനെ മറ്റ് ചുമതലകളിലേക്ക് ഒരുപക്ഷെ അവിടെ തെരഞ്ഞെടുപ്പിന്റെ ഏകോപനം ഉൾപ്പെടെയുള്ള കാര്യത്തിലേക്ക് ജോയിയെ എത്തിക്കും. ആ രീതിയിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അൻവറിന്റെ കാര്യത്തിൽ കൃത്യമായ തീരുമാനം കോൺഗ്രസ് എടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം UDF ഒരു തരത്തിലും അൻവറിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാതെയാണ് ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്.